ആദ്യമേ എനിക്കിതിൽ ഏറ്റവും മനസ്സിൽ കൊണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീജിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് എനിക്ക് വളരെ മോശമായിട്ട് എന്നെ ഹർട്ട് ചെയ്തത്. ഞാനാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായാലും ഞാൻ ജീവിക്കുന്നതായാലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഗുരുദേവന്റെ ആപ്തവാക്യം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് 26 വർഷമായിട്ട് ഈ ഫീൽഡിൽ. സ്കൂൾ പർച്ചേസ്, ബാക്ക് ടു സ്കൂൾ പർച്ചേസ് വീഡിയോ ഇട്ടതിൽ ടെക്സ്റ്റ് മേടിച്ചപ്പോൾ എത്ര രൂപയായെന്ന് ആൾക്കാർ കമന്റ് ഇട്ടപ്പോൾ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തു. പൊന്നൂസിന് 4ാം ക്ലാസ്സിലോട്ടുള്ള കുഞ്ഞിന്. എല്ലാവർക്കും നമസ്കാരം. സെന്റ് തോമസ് സീനിയർ HSS ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുനരൂർ, കൊല്ലം. ഈ ഒരു സ്കൂളുമായി വിവാദത്തിലാണ് ഇപ്പോ സാലിഹ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് വാദിച്ചുകൊണ്ട്, അതെല്ലാം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിനൊരു മറുപുറമുണ്ട്, ഒരു മറുവശമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ഇവർ പറയുന്നതെല്ലാം സത്യമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് തള്ളക്കുള്ളി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ എന്നെ ആവശ്യമില്ലാത്തൊരു വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും വിളിക്കും, അത് വേറെ കാര്യം. പിന്നെ ഒരുപാട് കമന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതെ ചിലപ്പോൾ അങ്ങ് പോകും, കാരണം എല്ലാത്തിനും കൂടി റിപ്ലൈ കൊടുക്കാൻ എനിക്ക് സമയമില്ല. പക്ഷെ അല്ലാണ്ട് അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പറയേണ്ടതങ്ങ് പറയും. പിന്നെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് തന്ന് ഇങ്ങോട്ട് തന്നെന്ന് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് ഡിസ്ക്ലൈമർ ഇട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഈ സാലിഹ വന്നിട്ട് ഈ പുനരൂർ സെന്റ് തോമസ് HSS ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂളിനെ പറ്റിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നിനും ഒരു തെളിവില്ല. അത് ഒരു പോയിന്റ്. ഓക്കെ, അവിടെ അവർക്കുണ്ടായിട്ടുള്ള അനുഭവമാണെന്ന് അങ്ങ് പറയാം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർ മെയിനായിട്ട് അവിടെ പൈസയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അറുത്ത് പിഴിഞ്ഞ് അങ്ങ് ഉരച്ചെടുക്കുകയാണ് പൈസ എന്നുള്ള രീതിയിൽ അവരൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, CBSE സ്കൂളാകുമ്പോൾ അവിടെ പൈസ കൊടുക്കണം, അവിടെ തൊട്ടാലും പിടിച്ചാലും പൈസ തന്നെയാണ്, ഫണ്ട് തന്നെയാണ്. ഇങ്ങനെ CBSE സ്കൂളിൽ കൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലാത്തവർ പൈസ കൊടുക്കാൻ മടിയുള്ളവരാണ്, അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ ഇല്ലാത്തവരാണ് സ്റ്റേറ്റിലും പിള്ളേരെ വിട്ട് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം CBSE ICSE നല്ല പൈസ പൊട്ടും, നല്ല പോലെ പൈസ കൊടുക്കേണ്ടി വരും. തൊട്ടാലും പിടിച്ചാലും അവിടെ പൈസ തന്നെയാണ്. അവിടെ അവര് അത്രയും സംഭവങ്ങൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ പൈസ ചെലവുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ പിള്ളേരെ തന്നെയാണ് ഫണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങും. ഇപ്പൊ ഡ്രസ്സിന്റെ കേസ് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, ഇത്ര രൂപയ്ക്കുള്ള ഡ്രസ്സ് ഇത്ര രൂപയ്ക്കാണ് അവരവിടെ കൊടുത്തതെന്ന്. അവരങ്ങനെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എന്ത് ചെയ്യും, നമ്മുടെ നിക്കർ വരെ കയറും. പൈസ ഉള്ളവന്മാർ മാത്രമേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ, അല്ലാത്തവർ എവിടെ പോകും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും. അതുപോലെ തന്നെയാണ്, പൈസ ഉള്ളവർ മാത്രമേ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കത്തുള്ളൂ പിള്ളേരെ വിട്ട്, അല്ലാത്തവർ ഗവൺമെന്റ് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കും. അതൊരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവര് ഭയങ്കര അറുത്ത് വാങ്ങുന്ന പൈസ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം പോയി ചിന്ത അതാണ്, ഇത് CBSE സ്കൂളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ട് അവിടെ പൈസ ചെലവ് കാണും അല്ലേ? അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ അവിടെ സ്വിമ്മിങ്ങും മറ്റത് മറിച്ചത് എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും പൈസ ചെലവുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ ഇതുവല്ലതും ഉണ്ടാ ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പൈസ ചെലവും ഇല്ല. പക്ഷെ ഇതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പൈസ ചെലവ് അത്യാവശ്യമായിട്ട് ഉണ്ട്. ഇനി ഈ ഒരു സ്കൂളുമായിട്ട് ഈ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് ഒരുപാട് പാരന്റ്സ് ഒന്നും പ്രതികരിച്ചിട്ടില്ല. വേറെ അവിടെ ഉള്ള പാരന്റ്സ് ആരും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉള്ള പാരന്റ്സിന്റെ മക്കൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്ന് ആരും പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ഒരു പാരന്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നത് പോലെ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോഴും അവിടെ ആ കുട്ടി, അതായത് ഈ എന്നെ കോൺടാക്ട് ചെയ്ത പാരന്റിന്റെ കുട്ടി അവിടെ ഇപ്പോഴും പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കുറെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മോനെ ഇത്ര ഭയങ്കര കഴിവ് കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും മാക്സിമം അവിടുത്തെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വലിയ സംഭവമൊന്നും അല്ല അവര്, അല്ലെങ്കിൽ ഭയങ്കര പിടിപാടൊന്നും ഉള്ള ടീമൊന്നുമല്ല, കൊല്ലത്തുള്ള തന്നെയാണ്, സാധാരണക്കാർ തന്നെയാണ്. എന്നാൽ മക്കളെ CBSE സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച്, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ സാലിഹയ്ക്കെതിരെ ഒരു പാരന്റ് രംഗത്ത് വരെയാണ്. അവരുടെ ഐഡന്റിറ്റി പറയാനോ അവരുടെ വോയിസ് പുറത്തു വിടാനോ ഒന്നും അവർ റൈറ്റ്സ് തന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഒന്നും പുറത്തു വിടുന്നില്ല. പക്ഷെ അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അവർ കുറെ വോയിസ് അയച്ചായിരുന്നു. അപ്പൊ ഞാനിതൊക്കെ കേട്ടപ്പോ അവിടുത്തെ ഒരു പാരന്റാണ്, എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇവര് പറയുന്നത് പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ തീർത്തും പറയുന്നത്. പിന്നെ പൈസയുടെ കാര്യം അവരും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് CBSE സ്കൂളാകുമ്പോൾ പൈസ ആവും, അങ്ങനെ പൈസ ചെലവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് പാരന്റ്സ് അവിടെ മക്കളെ വിട്ട് പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? ഇനി ഇവര് വേറെയും കുറച്ച് ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു അരിവേന്ന് ഈ സാലിഹ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. സാലിഹ പറയുന്നതിൽ എനിക്ക് നല്ല ഒരു ഡൈജസ്റ്റീവ് കുറവുണ്ട്. അതുപോലെ അവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രതികരണവും ഞാൻ കൊടുക്കാം. ആദ്യം സാലിഹ പറയുന്നത് കേൾക്കാം.
ഇപ്പം നമുക്ക് പല പേരൻസും ഈ സ്കൂളിൽ നിന്ന് ടി സി മേടിച്ചിട്ട് പോയ പല പേരൻസിനും അറിയാവുന്ന ഒരു സത്യമാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന എത്രയോ പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കളെ എഴുതുന്നുണ്ടോ, മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കളെ എഴുതുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടും. അപ്പൊ നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നുവെന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിന് അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ കുഞ്ഞുങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അപ്പോൾ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തമാണ്. ഓക്കെ, സാധാരണ ഈ CBSE സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന പിള്ളേർ അത്യാവശ്യം സെറ്റായി വരാനായിട്ട് ഇംഗ്ലീഷിലൊക്കെ നല്ല ഫ്ലുവന്റ് ആവാനൊക്കെ ആയിട്ടൊക്കെയാണല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടാണ് എന്നെ തെറി വിളിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓക്കെ, അതായത് തലേദിവസം പരീക്ഷയ്ക്ക് തലേദിവസം മറ്റേ ട്യൂഷൻ ക്ലാസ് അല്ലെങ്കിൽ റെമഡിയൽ ക്ലാസ് എന്ന് പറഞ്ഞും കൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നേരത്തെ എഴുതിയിട്ട് കൊടുത്തിട്ടുള്ള പരിപാടി ചെയ്യുമെന്ന്. എന്തുവാ അത് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ ഇവർ പറയുന്നത് അതുപോലെ എടുത്ത് വിഴുങ്ങാനും പറ്റുന്നില്ല. ഇവർ പറയുന്നതിനൊന്നും ഒരു തെളിവില്ല, ഒന്നുമില്ല. പിന്നെ വേറെ ഒരു പാരന്റ്സ് ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാണ്ട് ഒരുപാട് പേര് കമന്റ്സിലൂടെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കണം, സ്കൂൾ അടച്ചു പൂട്ടണം, അതാണ് ഇതാണ് മാടാനും കോടയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും ആ സ്കൂളിന്റെ ആ ഒരു വശം കേൾക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊന്നും അറിയാനായിട്ട് ശ്രമിക്കുന്നില്ല. ഞാനിത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു കുട്ടിയുടെ പാരന്റ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പൊ ഇവരും പാരന്റ് അവരും പാരന്റ്, രണ്ടുപേരും പാരന്റാണ്. അവര് പറയുന്നു കുഴപ്പമില്ലെന്ന്, ഇവര് പറയുന്നു കുഴപ്പമുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആലോചിക്കുകയാണ്, ഇത് എന്തുവാ ഇത് എന്നാണ് ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചത്. ഇവരിനി എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് അറിയത്തില്ല. അതുപോലെ ഇവർക്ക് ഇവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ കുറെ നെഗറ്റീവ് ഉണ്ട്, അതൊക്കെ എടുത്ത് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു പോലീസുകാരെ ഇവരെ വിളിച്ച് തെറി വിളിച്ച ഒരു വീഡിയോ അവർ വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വിളിക്കുന്ന പോലെ തോന്നി. പിന്നെ ഇവരെടുത്ത് അത് പുറത്താക്കി. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും ഒരു അറിവെന്ന് നോക്കാം. എല്ലാം അതിൻ്റെതായ വഴിയിൽ പോകണമല്ലോ ദാസ. ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സംഭവം വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പോയി പേര് കൊടുക്കും. ആ പേര് കൊടുക്കുന്നതിന് ഹൗസ് ബേസ് അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളെ 2-3 ആഴ്ച മുമ്പേ പാടിപ്പിച്ച് നോക്കിയിട്ട് ഇവർ അതിൽ നിന്ന് ഒരു 10-15 പിള്ളേരെ അവർ സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യുന്നത് മൊത്തം ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കൊച്ചുമക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മക്കളോ അതല്ലെങ്കിൽ അവരോട് ചേർന്നിരിക്കുന്ന പേരൻസിന്റെ മക്കളോ ആണ്. 1-2 മാസം കുത്തിയിരുന്ന് ഇംഗ്ലീഷിന്റെ പിന്നെ റെസിറ്റേഷൻ, ഹിന്ദി റെസിറ്റേഷൻ, മലയാളം കവിതയും പഠിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ഇവർ സെലക്ട് ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ എൻ്റെ മോനൂട്ടനും പൊന്നൂസും കവിത, മലയാളം റെസിറ്റേഷനും പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷനൊക്കെ പറയാൻ പോയി ഇരുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടുവാണ്. ARM പാട്ടാണ് പാടുന്നത്, അങ്ങ് വാന കോണിൽ. ഇതിനൊക്കെയാണ് സമ്മാനം കൊടുക്കുന്നത്. കവിതയൊക്കെ 1 മാസം പഠിച്ചുകൊണ്ട് പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. 2 മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേ കുഞ്ഞുങ്ങളെ പാടിപ്പിച്ച് നോക്കുന്നു. ആ സമയം ഈ സ്റ്റേജിൽ കയറി 10-15 മിനിറ്റ് മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അന്തം വിട്ട് നോക്കിയിട്ടുണ്ട്. പഠിച്ച കുഞ്ഞുങ്ങളെ ലാസ്റ്റ് ഒരു ലൈൻ പറഞ്ഞില്ല എന്നുള്ള പേരിലൊക്കെ റിജക്ട് ചെയ്ത് കളയും കവിത പാടുന്ന കുഞ്ഞുങ്ങൾ. ARMലെ പാട്ട് അത്രയ്ക്ക് മോശമായിരുന്നു. ഇതുപാട് ആ പാട്ടുപാടി എന്താ കുഴപ്പം? അത് വിട്. എന്തായാലും ഇവർ പറയുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ മക്കൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. മേ ബി അതായിരിക്കണം ഇങ്ങനെ ഒരു ഇത് പറയുന്നത്. അവർ മൊത്തത്തിൽ പിള്ളേരെ ജനറലൈസ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ഇതുപോലെയുള്ള വേറെ പാരന്റ്സ് പറയുന്ന അങ്ങനെ ഒന്നുമുള്ള സംഭവമൊന്നും അവിടെ ഇല്ല എന്ന്. നമുക്കിതിൽ ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണ്. പിന്നെ ആ സ്കൂളിനെ പറ്റിയിട്ട് ഇന്നേവരെ ആരും ഒരു മോശം ഇത് പറഞ്ഞിട്ടില്ല. ഇതിനു മുന്നേ പഠിച്ചിറങ്ങിപ്പോയ പൂർവ്വകാല വിദ്യാർത്ഥികളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് മൊത്തം ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇതുവരെ പറയുന്നതൊക്കെ സത്യമാണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുമായിട്ട് അവിടെ വിഷയങ്ങൾ ഉണ്ടായി അതിനുശേഷം ഇവർ കയറി ഇങ്ങനെ പ്രതികരിക്കുന്നതാണോ ഒരു പിടിയും കിട്ടുന്നില്ല. അതുപോലെ എന്തൊക്കെയോ ചീഞ്ഞളിഞ്ഞ് നാറുന്നുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് എടുത്തു വെച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, സീരിയസ്ലി. അത് എന്തോ എനിക്ക് കണ്ടപ്പോ ഈ ഒരു സെറ്റപ്പാ. പ്രത്യേകിച്ച് ഇവർ പറയുന്ന പോലെ അവിടെ വേർതിരിവ്, മതത്തിന്റെ വേർതിരിവ്, കളറിന്റെ വേർതിരിവ് അതൊന്നും ഇല്ല എന്ന് വേറെയുള്ള പാരന്റ്സ് പറയുന്നുണ്ട്. എന്നാൽ ഇവർ പറയുന്ന അങ്ങനെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ പാരന്റ്സും പ്രതികരിക്കണം. നിങ്ങൾക്കൊക്കെ ഉള്ള അനുഭവങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് പ്രതികരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവരണം.
അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്കറിയത്തില്ലടാ, ഇത് ആകെ മൊത്തം ചളവങ്ങളായിട്ടിരിക്കുകയാണ്. എന്നെ കോൺടാക്ട് ചെയ്ത പാരന്റ് പറയുന്ന ഒന്നും ഇങ്ങനെ അല്ല. ഇവർ പറയുന്നത് വേറെ, അവർ പറയുന്നത് വേറെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സീരിയസ്ലി എന്തോ ഒരു ചീഞ്ഞളിഞ്ഞ നാട്ടം എനിക്ക് ഫീൽ ചെയ്തു ഉള്ള കാര്യം പറയാം. ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് 2 ദിവസം ബാക്ക് ഈ വീഡിയോ എനിക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേ കണ്ട സമയത്തും ഞാനിരുന്ന് 2 ദിവസം ബാക്ക് ഇന്നലെ പിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചു തന്നായിരുന്നു. അപ്പോഴും ഞാൻ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ച പോയിന്റ് ഇതാണ്, അവിടെ ഭയങ്കര പൈസയാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഇത്രയും പൈസ ഈടാക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറഞ്ഞപ്പോഴും ഈ CBSE സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ ഉറപ്പായിട്ട് പൈസ ആകും. അതറിഞ്ഞാണ് മാതാപിതാക്കൾ അവിടെ കൊണ്ട് പിള്ളേരെ ചേർക്കുന്നത്. ഈ ഒരു പോയിന്റാണ് അപ്പം തന്നെ എനിക്ക് അടിച്ചു താനും. ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഓക്കെ, ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് ഇത്രയും പ്രൈവറ്റ് സ്കൂളിലാകുമ്പോൾ അങ്ങനെയൊക്കെ ആണ്, പ്രൈവറ്റ് ആശുപത്രി ആയ അങ്ങനെയാണ്. അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടാണല്ലോ ഇവിടങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ പോയിട്ട് അവിടെ ഭയങ്കര പൈസയാണ്, ഭയങ്കര ചെലവാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, ബാക്കി വലിയൊരു അലിഗേഷൻ ആണ് പറഞ്ഞത്. ഞാൻ കല്യാണത്തിന് മുമ്പ് 2-3 പ്രസവിച്ച് പല കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പൊന്നൂസും മോട്ടനും അപ്പൊ മുട്ടി നിന്നപ്പോൾ സാധാരണ ഗൾഫിൽ നിന്ന് വിളിച്ചു വരുത്തി കെട്ടിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ഞാൻ ഇവിടെ ഉണ്ട്. ഇവര് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, വീടും പരിസരവും ഒന്നും ഇല്ല, എല്ലാവരും അടിച്ചിറക്കി വിട്ടിട്ട് ഒറ്റയ്ക്കൊന്നും താമസിക്കുമല്ലേ. അപ്പം ഞാൻ പുള്ളിക്കാരെ നേരിട്ട് കണ്ടു ചോദിച്ചു, ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ വല്ലപ്പോഴൊക്കെ പെരുന്നാളിനും ഇതിനുമൊക്കെ വിശേഷം അയക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ പാലുകാച്ചിന് വരുന്നു, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, എന്നിട്ട് എന്നെപ്പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ. നിങ്ങൾ പരസ്പരം പ്രേമിച്ചവരായിക്കോട്ടെ, പക്ഷേ എന്നെപ്പറ്റി ഒന്നും അറിയാത്ത എന്നെപ്പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ എങ്ങനെ പറയാൻ തോന്നി? എൻ്റെ പച്ചമാംസം 1 വർഷമായിട്ട് എങ്ങനെ തിന്നാൻ തോന്നി? നിങ്ങൾ എത്ര പേരൻസിനോട് ഇത് പറഞ്ഞു കാണും? മാനേജ്മെന്റിന്റെ മടിയിൽ കയറി ഇരിക്കാൻ അവകാശമുള്ള പെൺകൊച്ചാണ് ഈ കൊച്ച്. കാരണം ഈ പെൺകുട്ടി അവിടെ നേരത്തെ പഠിച്ചിട്ടുള്ള പെണ്ണാണ് എന്ന് വെച്ചാൽ അവിടെ +1 +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര കൂട്ടാണ്. ഈ കൊച്ചിനെ അവിടെ മാഗസീനിൽ ഫോട്ടോ ഇടൂ, അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്, എല്ലാത്തിനും ഫ്രണ്ടിലെടുത്ത് വെക്കും. അപ്പം മാനേജ്മെന്റുമായിട്ട് ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം മാനേജ്മെന്റിന് എന്നോടൊരു ദേഷ്യമാണ്, അവരുടെ ഫ്രോക്ക് കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒന്നുമല്ല, മാനേജിന്റെ മടിയിൽ കയറി ഇരിക്കാൻ അത്ര അവകാശമുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വേറെ ഏതോ ഒരു പാരന്റിനെ പറയുന്നത്. അത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ്, വളരെ മോശമാണ്. ഇപ്പൊ നിങ്ങൾ പാരന്റ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഫൈറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളിനെ എടുത്തിട്ടതാണോ എനിക്കറിയത്തില്ല. എനിക്കെന്തോ എവിടെ മൊത്തത്തിൽ ഒരു ചീഞ്ഞ് നാറ്റമാണ് അടിക്കുന്നത്. എന്തോ എവിടെയോ ഒരു തകരാറ്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ഓരോ പാരന്റ്സും പ്രതികരിക്കണം, പറ്റുവാണെങ്കിൽ കുട്ടികളും കൂടി പ്രതികരിക്കണം. കാരണം ഇത്രയും കാലം ആ സ്കൂളിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നില്ല, പുറത്ത് അലിഗേഷൻസ് വരുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ വിഷയം വന്ന സമയത്തും ഒരു പാരന്റ്സും അങ്ങനെ ആ സ്കൂളിനെതിരെ രംഗത്ത് വരിക അല്ല കമന്റിലൂടെ പ്രതികരിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് കുറച്ചു കാലം മുന്നേ ഞാനും ഇതുപോലെ ഒരു സ്കൂൾ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പാരന്റ്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പാരന്റ്സ്. ഈ സ്കൂൾ ഇത്ര ഇതാണ്, ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോ വന്നിട്ട് ആരും അങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാൻ എല്ലാവർക്കും പേടിയായിരിക്കാം. മേ ബി ഇവർ യൂട്യൂബറാണ്, കാരണം അവർക്ക് അവരുടെ ഐഡന്റിറ്റി ഒന്നും പുറത്ത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. എൻ്റെ അടുത്ത് സംസാരിച്ച പാരന്റും അത് തന്നെയാണ് പറഞ്ഞത്, അവർ യൂട്യൂബറാണ്, അവർക്ക് അതൊന്നും വിഷയമില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് ഫാമിലിയുണ്ട്, കുടുംബമുണ്ട്, നമ്മൾ ഈ ഒരു ഫീൽഡായിട്ട് ജീവിക്കുന്നല്ല, നമ്മൾ അടങ്ങി ഒതുങ്ങിയൊക്കെ ജീവിക്കുന്ന ടീംസാണ്. മീൻസ് യൂട്യൂബേഴ്സ് മോശമൊന്നല്ല, അതായത് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പബ്ലിസിറ്റി ഒന്നും ഇല്ലാണ്ട് ജീവിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ സാലിക യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് 10 ആൾ ഇറങ്ങുന്നതിൽ ഒരു വിഷയമില്ല, പുറത്തിറങ്ങി നടക്കുമ്പോൾ 10 ആൾ വരുന്നതും അവർക്കൊരു വിഷയമല്ല. പക്ഷെ അങ്ങനെയല്ല സാധാരണക്കാർക്ക്, അവർക്ക് പ്രതികരിക്കാനുള്ള മടിയുണ്ട്. വോയിസ് ഞാൻ പുറത്തു വിടട്ടോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ് സൂചിപ്പിച്ചത്. പിന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊന്നും അല്ല എനിക്ക് വന്നിട്ട് മെസ്സേജ് അയക്കുന്നത്, ഒറിജിനൽ അക്കൗണ്ടുകളിൽ നിന്ന് തന്നെയാണ്. അതെനിക്കിവിടെ സൂചിപ്പിക്കണമെന്ന് തോന്നി. എന്തായാലും സാലിക പറയുന്നത് എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് എടുത്ത് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇവരെ 1-2 പാരന്റ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണോ എന്നുള്ള ഡൗട്ട് വരെ എനിക്കുണ്ട്. പിന്നെ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തുപാടേ ഇത്? എനിക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു മിസ്മാച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പന്ന ആൾക്കാരെ എല്ലാം കൂടി പഠിച്ചവൻ ഒരുമിപ്പിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അയൽക്കൂട്ടം ടീം എന്ന് പറഞ്ഞൊരു സംഭവം? നമ്മൾ പറയാറുണ്ട്, അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പുറം ഇപ്പുറമുള്ള കൊതിയും നുണയും പറയുന്നതാണ്. അതാണ് ആ സ്കൂളിൽ നടക്കുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3-4 പേരൻസ് ഉണ്ട്. അവരൊത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിന് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. ഏത് സ്കൂളിലാണ് അങ്ങനത്തെ ഫ്രീഡം കൊടുക്കുന്നത്? പേരൻസ് ഒളിഞ്ഞും തെരഞ്ഞുമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആർക്കും നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല.
ഞാനും ഒന്നും മിണ്ടാതെ എൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോയേനെ. ഈ പറയുന്ന പോലെ പൊന്നൂസും ഇംഗ്ലീഷ് പാരഗ്രാഫുകൾ അത്യാവശ്യം നമ്മൾക്ക് അറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടാലൻറ്റ്. പക്ഷെ ഞാൻ നോക്കുമ്പം കുഞ്ഞിനെ എഴുതാൻ അറിയാത്ത കാര്യങ്ങൾ വരെ എക്സാമിന് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു. ഇങ്ങനെ പല കുഞ്ഞുങ്ങളുടെ പേരൻസ് നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ മക്കളുടെ ഭാവി ഓർത്ത് എൻ്റെ കുഞ്ഞുങ്ങളെയും ടി സി മേടിച്ച് ഞാൻ ഒരു വഴിക്കങ്ങ് പോയേനെ. പക്ഷേ ഈ നടന്ന സംഭവം നിങ്ങൾ അറിയണം. പറയാതെ പോയ പല കുഞ്ഞുങ്ങളും എത്രയോ പേരൻസ് കഷ്ടപ്പെട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ CBSE സിലബസ് പഠിച്ചോട്ടെ എന്ന് കരുതി കൊണ്ടാക്കുകയാണ്. ഓക്കെ, ഇവര് പറയുന്നുണ്ടല്ലോ ആ സ്കൂൾ ഭയങ്കര മോശമാണ്, CBSE മറ്റേതാണ് മറിച്ചതാണ്, അതുപോലെ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ ക്വസ്റ്റ്യൻസ് നേരത്തെ ഔട്ട് ചെയ്തിട്ട് പിള്ളേർക്ക് തലേദിവസം ട്യൂഷൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നു. അങ്ങനെ ഇങ്ങനെ കുറെ അലിഗേഷൻസ് ഇവർ വയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തക്കതായ ഒരു അന്വേഷണം വരണം. അന്വേഷണം വന്നിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ആ സ്കൂളിൽ നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിക്കണം. മനസ്സിലായോ? പോലീസ് വരണം, അന്വേഷിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാൽ ഇതങ്ങനെ വെറുതെ വിടേണ്ട ഒരു കേസല്ല. ഇവർ പറയുന്ന സത്യമാണെങ്കിൽ ആ സ്കൂളിനെതിരെ നടപടി എടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവർ പറയുന്നതെല്ലാം കള്ളമാണെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കണം. കാരണം വേറെയുള്ള പാരൻസ് ഒക്കെ പ്രതികരിക്കുന്ന രീതി ഇങ്ങനെ അല്ല. വേറെയുള്ള പാരൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന്. പിന്നെ ഇവർ പറയുന്നുണ്ട് മാനേജറിന്റെയും മറ്റേ അവരുടെയൊക്കെ മടിയിൽ കയറി ഇരിക്കണമെന്ന്. അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ, അത് റോങ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറയാതിരിക്കുക. ഓക്കെ, ബാക്കി ഒരു ആനുവൽസറി വരുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന്റെ സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും. നമ്മൾ വിഡ്ഢികളായ, ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറേ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാൻറ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവർ തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുവാണ്, കോസ്റ്റ്യൂമിന്. ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത്, 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു, 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്? എന്റെ പൊന്നു വെച്ച് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒട്ടും യോജിപ്പില്ല. CBSE ICSE സ്കൂളുകളിലെല്ലാം ഉറപ്പായിട്ടും നല്ല ഫീസ് വാങ്ങും. അതുപോലെ അവർ മറ്റേ ഡെവലപ്മെന്റ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നല്ല പൈസ വാങ്ങും. അത്രയും ഫെസിലിറ്റി അവരവിടെ കൊണ്ടുവരുന്നുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ സ്കൂളിന്റെ കേസ് എനിക്ക് അറിയത്തില്ല, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. അങ്ങനെ നല്ല പോലെ പിള്ളേരെ ടാലന്റായിട്ട് എടുത്തുകൊണ്ട് വരാനും ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് അതും ഇതും എല്ലാം ഇങ്ങനത്തെ CBSE ICSE സ്കൂളുകൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇതേ പിള്ളേരുടെ വീട്ടിൽ നിന്നും പൈസ മേടിച്ചിട്ടൊക്കെ തന്നെയാണ് അവർ ഓരോ ഡെവലപ്മെന്റും കൊണ്ടുവരുന്നത്, മാനേജ്മെന്റ് അത്രയും സെറ്റാക്കി എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ കൂടെ അവരെ പണ്ടും അവർ കീശകൾ നിറയ്ക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ CBSE സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുന്നത്. നല്ലപോലെ കഴുത്തിറക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലും CBSE സ്കൂളും ഒക്കെ ഏതാണ്ട് കണക്കാം. അതല്ലാത്തവർ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് സ്കൂളിലും കൊണ്ട് ചേർക്കേണ്ടി വരും. ഞാനൊക്കെ പഠിച്ച ഗവൺമെന്റ് സ്കൂളിലാണ്. നമ്മൾ ആ പോകുമ്പോൾ നമുക്ക് വലിയ ചിലവൊന്നുമില്ലായിരുന്നു. അവിടെ കഞ്ഞിയും പയറും കിട്ടുമായിരുന്നു, അത് തിന്ന് അടിപൊളിയായിട്ട് നമ്മൾ നടന്നു, വലിയ ചിലവൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇത്രയും ചിലവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗവൺമെന്റ് സ്കൂളിൽ എവിടെയെങ്കിലും കൊണ്ട് കുട്ടികളെ ചേർക്കുക. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്തരം സ്കൂളുകാർ അർത്ഥം വാങ്ങുമെന്ന് അറിഞ്ഞു വെച്ചും കൊണ്ട് വീണ്ടും അവിടെ കൊണ്ട് ചേർത്തിട്ട് അവരെ കുറ്റം പറയാനാണെങ്കിൽ എനിക്കതിൽ യോജിപ്പില്ല കേട്ടോ. എല്ലാ CBSE സ്കൂളായാലും ICSE സ്കൂളായാലും നല്ല പോലെ അറുത്ത് വാങ്ങും. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അറുത്ത് വാങ്ങാൻ തന്നെ ചെയ്യും. അത് അവരുടെ റൂൾസ് ആണ്, അല്ലെങ്കിൽ അവർ വയ്ക്കുന്ന ഇതാണ്. നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ട് പോവുക. ഈ ഇതേപോലത്തെ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഗവൺമെന്റിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് തട്ടിപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. അവർ ഓൾറെഡി പറയുന്നതാണ്, അവരുടെ ഫണ്ട് ഇങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇത്രയും പൈസ ഇറങ്ങും, ഇതൊക്കെ അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഇതൊക്കെ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ പിള്ളേരെ കൊണ്ട് ചേർക്കുക. അതേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ, സീരിയസ്ലി. അതിൽ എനിക്ക് സ്കൂളുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഡ്രസ്സ് ഇത്ര രൂപയ്ക്ക് തന്നു, അത് അവർ വയ്ക്കുന്നതാണ് ഫീസ്. നമ്മുടെ പിള്ളേരെ നമുക്ക് ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കുകയും വേണം, അവസാനം മറ്റേ സ്കൂളുകാർക്ക് കുറ്റം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് യോജിപ്പില്ല. ഞാനത് പറഞ്ഞതാണ്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ചിലപ്പോൾ ഇതിന് എതിരൊരു അഭിപ്രായം പറയും. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അവിടെ എനിക്ക് ചിലവൊന്നുമില്ലായിരുന്നു. സത്യമുള്ള കാര്യം പറയാം. മറ്റേ മാസത്തിലെ 2-4 മാസമൊക്കെ കൂടുമ്പോൾ ഒരു സ്റ്റാമ്പ് കൊണ്ടുവരും, 3 രൂപ 5 രൂപ ഒരു സ്റ്റാമ്പ്. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ കഞ്ഞിയും പയറും കിട്ടി, നമ്മൾ പഠിച്ച്. അതുകൊണ്ട് അത് ചിലവുള്ള കേസല്ലായിരുന്നു. പിന്നെ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയൊക്കെ ആയി. അതും വലിയ ചിലവൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതുപോലത്തെ പ്രൈവറ്റ് സ്കൂളിൽ ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കിയിട്ടാണ് പിള്ളേരെ കൊണ്ട് ചേർക്കുന്നത്. എന്നിട്ട് വന്നിട്ട് സ്കൂളുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ അങ്ങ് മുസ്ലിം തീവ്രവാദികളാക്കി. മുസ്ലിങ്ങളുടെ പണം വേണം എല്ലാത്തിനും, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. പടച്ചോ ഇതൊക്കെ കാണുന്നുണ്ട്. ഒരു കാലത്തും ഇതിനൊന്നും മറുപടി പറയാതെ പോകത്തില്ല. എന്തായാലും എൻ്റെ മക്കളെ സേഫ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള, ഞാൻ അടങ്ങേണ്ട വിഡ്ഢിയായ സമൂഹം ഉള്ളത് കൊണ്ട് ഇവനൊക്കെ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
ഓക്കെ, ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി മതം അങ്ങനത്തെ ഒരു ഫാക്ടർ പറയുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് വലിയ യോജിപ്പുള്ള ഏതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജിപ്പില്ല. എന്നാൽ അങ്ങനത്തെ രീതിയിൽ ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. മാനേജ്മെന്റ് എടുക്കണം, പോലീസുകാരും എടുക്കണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പോലീസുകാരിനെ അന്വേഷിക്കണം. ഇവർ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ കട്ടായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് വേറൊരു പാരന്റ്സ് ഇതുപോലെ രംഗത്ത് വരണം. നിങ്ങൾക്കും നിങ്ങളുടെ സ്കൂൾ പിള്ളേർക്കും ഒക്കെ ഇതേ അനുഭവങ്ങളുണ്ടോ? ഉറപ്പായിട്ട്. എന്തായാലും ഇവർ മാത്രമൊന്നുമല്ലല്ലോ അവിടെ ഉള്ളത് പാരന്റായിട്ട്, വേറെ ഒരുപാട് പാരന്റ്സ് ഉണ്ടല്ലോ. അവരൊക്കെ രംഗത്ത് വന്നു. എന്നെ കോണ്ടാക്ട് ചെയ്ത പാരന്റ് പറയുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇവർ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് ആര് പറയുന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി ഇവർ പറയുന്നതിലൊക്കെ ഇവർ തെളിവ് വയ്ക്കേണ്ടി വരും. തെളിവ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ പൈസയുടെ കേസ് ഞാൻ പറഞ്ഞ പോലെയാണ്, ഏറ്റവും കൂടുതൽ അറുത്ത് വാങ്ങുന്ന ടീംസാണ് ഈ പറയുന്ന പ്രൈവറ്റ് സ്കൂളുകൾ. അത് അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് ചേർത്തിട്ട് അവർ ഭയങ്കര പൈസയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പഠിപ്പിക്കാൻ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തവർ ഉറപ്പായിട്ട് ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട് ചേർക്കുക. ഗവൺമെന്റ് സ്കൂൾ തീരെ മോശമൊന്നുമല്ല. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാണ്, ഡിഗ്രി പാസ്സായി, പിന്നെ പഠിക്കാൻ പറ്റില്ല, അത്ര തന്നെ. മനസ്സിലായ? അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും മോശമൊന്നും പറയല്ലേ. എൻ്റെ അപ്പൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാണ്, നല്ല പൊസിഷനിലാണ് ഇരുന്ന് റിട്ടയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നവരെല്ലാവരും മോശക്കാരാണെന്നൊന്നും വിചാരിക്കരുത്. അതും കൂടി സാഹചര്യത്തിൽ ഓർമ്മിപ്പിച്ചിട്ട് പോകണമെന്ന് എനിക്ക് തോന്നി. എവിടെ പോയാലും നന്നാവേണ്ട നന്നാവും, തൊലയേണ്ട തൊലയും. അതിനിപ്പോൾ ഗവൺമെന്റും പ്രൈവറ്റിലൊന്നും കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ CBSE കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ സെറ്റ് ആവും. സ്റ്റേറ്റിൽ അത്രയും ഇത് വരത്തില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. സ്കൂൾ പർച്ചേസ്, ബാക്ക് ടു സ്കൂൾ പർച്ചേസ് വീഡിയോ ഇട്ടതിൽ ടെക്സ്റ്റ് മേടിച്ചപ്പോൾ എത്ര രൂപയായെന്ന് ആൾക്കാർ കമന്റ് ഇട്ടപ്പോൾ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തു. പൊന്നൂസിന് 4ാം ക്ലാസ്സിലുള്ള കുഞ്ഞിന് 12,000 രൂപ, 9,000 രൂപയായി മോനുകുട്ടന് 2ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്ക്. അതിൽ പല ടീച്ചർമാരും, പല CBSE പഠിപ്പിക്കുന്ന ടീച്ചർമാർ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി, ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും ഇത്രയും പൈസ ഇല്ലെന്ന്. ഞാനുള്ള സത്യം പോലെയാണ് അത് കമന്റ് ചെയ്തു. 11,000 രൂപ. അത് അവർക്ക് ഭയങ്കര പ്രശ്നമായി. ആ സ്കൂളിൽ ചേരാത്ത പല കുട്ടികളും അവിടെ വരാൻ പേടിക്കുമെന്ന്. ഓക്കെ, ഇത്രയും പൈസ ആവുന്നുണ്ടെങ്കിൽ അത് നല്ല പൈസ, നല്ല എമൗണ്ട് ആണ്. പക്ഷെ നമുക്ക് ചോദിക്കാമല്ലോ, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ. ചോദിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മളവിടെ കുട്ടി അഡ്മിഷൻ എടുക്കത്തുള്ളൂ. അതല്ലേ, അല്ലാണ്ട് ഇവിടെ 1000 രൂപയുള്ള ബുക്കിന് എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയിട്ട് 11,000 ബില്ല് അടിച്ചു തരും. ഇല്ല, നമ്മൾ ചോദിക്കുക, അവിടുത്തെ രീതികൾ ചോദിക്കുക, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന്. അല്ലാണ്ട് പൂർണ്ണമായിട്ട് വന്നിരുന്ന അവിടെ പൈസ കൂടുതൽ, ടെക്സ്റ്റ് ബുക്കിന് പൈസ കൂടുതലാണ്, അതിന് പൈസ കൂടുതലാണ്, ഇതിന് പൈസ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ യോജിപ്പില്ല. പ്രത്യേകിച്ച് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന്റെ ഒറ്റ റീസൺ ഈ പൈസയുടെ കേസ് അവർ പറഞ്ഞപ്പോഴാണ്. നിങ്ങളൊക്കെ ഇത് ആദ്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ പിള്ളേരെ കൊണ്ട് ചേർക്കുന്നത്. എന്നിട്ട് സ്കൂളുകാരെ മാത്രം കുറ്റം പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും ചീത്ത വിളിക്കും, ഇപ്പം എന്നെ വളഞ്ഞിട്ട് ചീത്ത വിളിക്കും. എനിക്കറിയാം. ചിലപ്പോൾ ഇനിയിപ്പോൾ പറയും ഞാൻ മാനേജ്മെന്റിന്റെ പൈസ വാങ്ങിച്ചു. ഒരിക്കലും അല്ല. എന്നെ രാവിലെ ഒരു പാരന്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇവർ പറഞ്ഞതിന് നേരെ ഉൾട്ടയാണ്. ഇവർ പറഞ്ഞ പോലെ ഇവർ വേറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ടല്ലോ, പിള്ളേരെ മറ്റേ ലുക്ക് നോക്കിയിട്ടൊക്കെയാണ് മാഗസീനിൽ അടിച്ചു കയറ്റുന്നത്. അങ്ങനത്തെയൊക്കെ കുറെ സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുന്നുണ്ട്. അതായത് പിള്ളേരെ ഗ്ലാമർ നോക്കിയിട്ടാണ് മാഗസീനിൽ ഫോട്ടോസ് അടിച്ചു കയറ്റുന്നത്. അങ്ങനെ അവർ അടിച്ചു കയറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവർ ഈ പറഞ്ഞതുപോലെ കഴിവുള്ള പിള്ളേരെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്, കഴിവില്ലാത്ത പിള്ളേരെ അങ്ങനെ ആ ഒരു ഇതിൽ മാറ്റി നിർത്തുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് യോജിപ്പില്ല. എല്ലാ പിള്ളേരും കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കണം. പക്ഷെ മാഗസീനിൽ ഏതെങ്കിലും പിള്ളേരെ ഇത് അടിച്ചു വെച്ചെന്ന് പറഞ്ഞ് സ്വന്തം പിള്ളേരുടെ ഫോട്ടോ വന്നില്ല എന്ന് പറഞ്ഞും കൊണ്ട് നമ്മൾ ഈ കുരുപൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാ പിള്ളേരെ ഫോട്ടോ മാഗസീനിൽ അടിച്ചു വെക്കാൻ പറ്റുമോ? ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കാണാൻ കൊള്ളാന്നുള്ള പിള്ളേരെ മാത്രം മാഗസീനിൽ അടിച്ചു വെക്കുന്നത്. അപ്പൊ ഇവരെന്താ ബാക്കിയുള്ള പിള്ളേരെ കാണാൻ കൊള്ളൂല എന്നുള്ളൊരു സംഭവമാണ് ഇവർ പറയുന്നത്. എനിക്ക് യോജിപ്പില്ല. എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു എന്തോടെ. ഇനി മാനേജ്മെന്റ് പ്രതികരിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിന് മാനേജ്മെന്റ് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. ആദ്യമേ എനിക്കിതിൽ ഏറ്റവും മനസ്സിൽ കൊണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലീജിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് എനിക്ക് വളരെ മോശമായിട്ട് എന്നെ ഹാർട്ട് ചെയ്തത്. ഞാനാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതായാലും ഞാൻ ജീവിക്കുന്നതായാലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവന്റെ ആപ്തവാക്യം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് 26 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. എന്റെ മതത്തിനെയോ മറ്റുള്ളവരുടെ മതത്തിനെയോ ഉയർത്തിയോ താഴ്ത്തിയോ ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്റെ ഫാദറിനെ പഠിച്ചിട്ടുള്ളത് അതാണ്. എല്ലാ മനുഷ്യനെയും ഒന്നായിട്ട് കാണണം. ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നതാണ്, ജാതീയമായിട്ട് നിങ്ങൾ പറയാനായിട്ട് പാടില്ല, നിങ്ങൾ മാനുഷികമായിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്ന് എന്റെ കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ എന്റെ പേരൻസിനോടും ഞാൻ പറയുന്നതാണ് എപ്പോഴും. അതുകൊണ്ട് അതിന്റെ അകത്ത് എന്നെ ഊണ്ടി ചെയ്തത്, എന്നെ ഹർട്ട് ചെയ്തത് ഇതാണ്. ജാതീയമായി ഞാൻ ഇതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഈ പെരുന്നാളുകൾക്കൊക്കെ നോമ്പ് നോക്കുന്നവരാണ് ഞാൻ. കൊച്ചു പെരുന്നാൾ കഴിഞ്ഞു. ഇതേപോലെ ഞാൻ ഇന്ന് എന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയായിരുന്നു, 3 വർഷം പള്ളിയുമായിട്ട്, ഇസ്ലാം പള്ളിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് ജീവിച്ചവനാണ് ഞാൻ. എന്റെ കൂട്ടുകാരനായിരുന്നു. അതായത് 3 വർഷം ഞാൻ ബീഹാറിലായിരുന്നു, പാറ്റ്നയിലായിരുന്നു ഞാൻ MBA പഠിച്ചത്. MBA LLB ഒക്കെ അവിടെ പഠിച്ചു. അത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ഒരു വീട്ടിലായിരുന്നു. അതായത് പള്ളിയും വീട് ഒരുമിച്ചായിരുന്നു. അവിടെ വന്നു വിളിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തായിരുന്നു, ഞങ്ങളുടെ ഉറ്റ മിത്രമായിരുന്നു മുജീബുർ റഹ്മാൻ എന്നായിരുന്നു അവന്റെ പേര്.
ഈ ദിവസമുള്ള ബാങ്കുകളിൽ കേട്ടും എല്ലാ നിസ്കാരത്തിന്റെ സമയവും പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ ഓരോ നോമ്പിനും നോമ്പെടുത്തും ജീവിച്ചവരും കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ പറ്റി ഒരു സമൂഹത്തിനെ മൊത്തം അവഗണിക്കുന്നു എന്നുള്ള തരത്തിൽ എന്നെ പറ്റി പറഞ്ഞത് വളരെ വിഷമം എനിക്ക് അതിൻ്റെ അകത്ത് തോന്നി. എനിക്ക് ഇതിന്റെ അകത്ത് എന്റെ സ്കൂളിനെ പറ്റി മോശം പറയുന്നത് ഒന്നുമല്ല എന്നെ പ്രധാനമായിട്ട് ഊണ്ടി ചെയ്തത്. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നത് ഇതാണ്. അതായത് ഞാൻ ജാതീയമായി പ്രവർത്തിച്ചു, ജാതീയമായി പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ള തരത്തിലുള്ള വർത്താനം ആണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഓരോ വെള്ളിയാഴ്ചയും വണ്ടിക്കകത്ത് ഈ പറഞ്ഞ തൊട്ട് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് ഞാൻ. ഓരോ നോമ്പ് ദിവസങ്ങളിലും എന്റെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ട്, നോമ്പ് നോക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലാത്ത കുഞ്ഞുങ്ങളും നിർബന്ധമായിട്ട് നിസ്കരിച്ചിരിക്കണം എന്ന് നിഷ്കർഷ വെച്ചവനാണ് ഞാൻ. ആ എന്നെ ജാതീയമായിട്ട്, അതായത് നമുക്ക് ഒരാളെ പറ്റി ഇപ്പം ഞാൻ തന്നെ എപ്പോഴും പറയും, പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിനുള്ളത്. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. ഞാൻ ഇതിന് എതിരെ ഞാൻ പറയുന്നില്ല എന്ന് ചിന്തിച്ചത് തന്നെ ഇതാണ് അതിന്റെ മെയിൻ കാര്യം. നമുക്കുള്ളതല്ല പ്രതികാരം, ഈശ്വരനുള്ളതാണ് പ്രതികാരം. നമ്മൾ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് പോകുന്ന തലത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് ശുദ്ധതയുള്ളൂ. നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമായി പോയാൽ ഒരിക്കലും അതിന് ദൈവത്തിന്റെ മുന്നിൽ ഒരു ന്യായീകരണം ഉണ്ടാകില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഞാൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കുകയോ ഒരിക്കൽ പോലും സിഗരറ്റ് വലിക്കുകയോ വേണ്ടാത്ത ഒരു രീതിയിൽ ജീവിക്കുകയോ ചെയ്യാത്ത എന്നെ ഈ ഒരു മത തീവ്രവാദിയാക്കി എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനി ആയാലും ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ഒരു കുടക്കീഴിൽ ഒരു അച്ഛന്റെ മക്കളെ പോലെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അന്നേരം ഇതായിരുന്നു എന്നെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, മതത്തിന്റെ ഇത് വെച്ചിട്ട് സാലിഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങേര് പറയുന്നു ഇങ്ങനെ, സാലിഹ് പറയുന്നു അങ്ങനെ. എന്തായാലും സാലിഹ് ഒരു തെളിവും വയ്ക്കാതാണ് സംസാരിച്ചിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇവിടെ മതത്തിന്റെയൊക്കെ പേരിൽ ഇങ്ങനെ ഒരു സ്കൂളിൽ സംഭവം വേർതിരിവുണ്ടെങ്കിൽ അതൊക്കെ ഇതിനു മുന്നേ പുറത്ത് വന്നേനല്ലേ. ഇവര് എന്തോ പറയുന്നത് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നിഷേധിക്കാനും പറ്റുന്നില്ല, വിഴുങ്ങാനും പറ്റുന്നില്ല. കാരണം വേറെ പാരന്റ്സ് പറയുന്നത് ഇങ്ങനെയല്ല, മാനേജ്മെന്റ് ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ തെളിവ് വെച്ചിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് തെളിയിക്കുക. പോലീസിൽ പരാതിപ്പെടുക, പരാതി കൊടുത്ത് ഇങ്ങനത്തെ ഒരുപാട് ആവാസങ്ങൾ ഈ സ്കൂളിൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരാതിപ്പെടുക. പരാതിപ്പെട്ടിട്ട് നിയമപരമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പാരന്റ്സ് തമ്മിലുള്ള ഇഷ്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞതാണ്, അന്വേഷണം എൻ്റെ ഒരു സെർച്ചിങ്ങിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. എന്തോ ദൈവത്തിനറിയാം ബാക്കി. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് പൈസയുടെ കേസ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഒരു മിസ്മാച്ചിങ് ഫീൽ ചെയ്തു. അതിനുശേഷം പിള്ളേരെ മാഗസീനിൽ ഭംഗി നോക്കിയിട്ടൊക്കെയാണ്, എവിടെയോ ഭംഗി നോക്കിയിട്ടൊക്കെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെ പോയാലും എന്തുവാടേ എനിക്കത് നോക്കാം, മാനേജ്മെന്റ് പറയട്ടെ. ഓക്കെ, അത് നമ്മൾ ഇന്ന് ഇപ്പം ശാലിക ആ മോളെ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്. ഞാൻ എന്റെ റിലീജിയസ് വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏക മതം, എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പഠിപ്പിലാണ് എന്റെ റിലീജിയസ് വിശ്വാസം. അത് എന്നെ അറിയുന്നവർ നല്ലതായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം. ഈ പറഞ്ഞതിന്റെ കൂട്ട് ഞാൻ എനിക്ക് ഇപ്പോൾ 55 വയസ്സായി, 55 വർഷമായിട്ട് ഈ പുനലൂരിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്. എന്റെ ശുദ്ധിയെക്കുറിച്ചും അതേപോലെ എന്റെ സ്വഭാവത്തെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും തുറന്ന പുസ്തകം പോലെ അറിയാവുന്നവരാണ് ഈ പുനലൂർ നാട്ടിൽ അടുത്ത പരിസര പ്രദേശങ്ങളിലും ജീവിക്കുന്നവരെല്ലാവരും തന്നെ. ഇത് ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന സെന്റ് തോമസ് സ്കൂളിനെ പറ്റി നിങ്ങൾ ഇതൊന്ന് നോക്കി. സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു, കുറച്ച് സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ വേണ്ട ഇത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇന്നേ വരെ ഞാൻ വേണമെങ്കിൽ പറയാം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മനുഷ്യനെയും നോവിക്കാത്ത ഒരു വ്യക്തിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ച്, അതായത് ഞാൻ എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ എന്റെ മക്കളെന്നാ പറയുന്നത്, എന്റെ മക്കളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അത് അംഗീകരിക്കുകയില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിനോട് പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പറയട്ടെ, ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ ടി സി വാങ്ങിച്ച് ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല ടി സി വാങ്ങിച്ചത്, ഈ ടി സി വാങ്ങിച്ച് ഇവിടുന്ന് പോയെന്ന് പറയുന്നത് ഈ 2 കുഞ്ഞുങ്ങളും ഓടി വന്ന് എനിക്ക് ഉമ്മയെ തന്നിട്ടാണ് ഇവിടുന്ന് പോയത്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് ചോദിച്ച് മക്കളെ നിങ്ങൾ എന്തുവാ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേ സാറേ എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല, വീട്ടിൽ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവർ വിഷമം പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പോയത്. ഈ മക്കളെ ദ്രോഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യൻ അത് വിശ്വസിക്കുന്നു. അത് തന്നെയല്ല എന്റെ പെരുമാറ്റം സ്കൂളിലെ കുഞ്ഞുങ്ങളോട് ഏത് രീതിയിലാണുള്ളത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ നമ്മുടെ ക്യാമ്പസിലോട്ട്, നമ്മുടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയാൽ ഒരു 100 കുഞ്ഞുങ്ങൾ വന്ന് എന്നെ പൊതിന് ഉമ്മ വരികയും എടുക്കുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന സ്വന്തം അപ്പനോടോ മുത്തച്ഛനോടോ കാണിക്കുന്ന സ്നേഹം കാണിച്ച് പോകുന്നവരാണ് ഈ ഓരോ കുഞ്ഞുങ്ങളും. എന്റെ മനോഭാവവും എന്റെ ചിന്താഗതിയും ഈ സ്കൂളിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും എന്നോട് സ്നേഹമല്ല. അത് നിങ്ങൾ ഈ സ്കൂളിൽ വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്റെ മക്കൾക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമാണെന്നുള്ള രീതി. അതായത് 26 വർഷമായിട്ട് ഇവരുടെ ഇടയ്ക്ക് ജീവിക്കുന്നവനാണ് ഞാൻ എന്റെ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ സ്കൂളിലാണ് ജീവിച്ചിട്ടുള്ളത്. ആ എന്നെ പറ്റി ഇവർ എന്തെങ്കിലും സെൽഫിഷ് ആയിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെതിരെ പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യരും വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നില്ല. അടുത്തത് രണ്ടാമത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്കും എഴുതാനും വായിക്കാനും അറിയത്തില്ലെന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞതിന്റെ കൂടെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കേ, ഒരു 100 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങിയ സ്കൂളിൽ 2000-ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളായി മാറണമെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിനെ പുറത്തൊരു രീതി ഉണ്ടെങ്കിൽ ഇല്ലാതെ നമുക്ക് ആകാനായിട്ട് ഒക്കുമോ? തന്നെയല്ല, നമ്മൾ സ്കൂൾ കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡിംഗ് വീഡിയോസ് ഉണ്ട്. ടീച്ചേഴ്സ് റീഡിംഗ് വീഡിയോസ് എടുത്ത് വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോസ് കുഞ്ഞുങ്ങൾ വായിച്ച് തിരിച്ചിരുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഇതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെ ഇടാം. നമ്മുടെ LKG UKG കുഞ്ഞുങ്ങൾ തന്നെ നല്ല ഫ്ലൂവന്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും ഈ പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ട് പാരഗ്രാഫ് റൈറ്റിംഗ് വരെ എഴുതാനും ഉള്ള കാലിബർ അവർക്കുണ്ട്. അത്ര കാലിബർ ഉള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ വളർന്നത്. ഒരു കുഞ്ഞിനെ മോശമായി വിടാനായിട്ട് നമ്മൾ അനുവദിക്കില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി തന്നെ ശ്രദ്ധിച്ച് ആണ് 3 തൊട്ട് 4 വരെയുള്ള ട്യൂഷൻ ക്ലാസ് നടത്തി ഏതെങ്കിലും വീക്ക് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും ഒക്കെ 4:30 മണിയാകുമ്പോഴത്തേക്ക് ഈ സ്കൂളിൽ നിന്ന് പോകുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്,
ഇതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേൾക്കാം. അതായത് എക്സാമിന്റെ തലേന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് പിറ്റേന്ന് പരീക്ഷ എഴുതുന്നത്. ഇതിനൊരു ഞാനൊരു ഇത് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബോർഡ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ 100% വാങ്ങിച്ച് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും ബോർഡ് പരീക്ഷ നമ്മുടെ സ്കൂളിൽ നടത്തുന്നതല്ലോ, സെന്റർ പോയി നമ്മുടെ സ്കൂളിലല്ലോ, നമ്മൾ പുറത്തു പോയി എഴുതുന്ന പരീക്ഷയല്ലേ, അത് CBSE ബോർഡല്ലേ അതിന്റെ ഇൻവിജിലേറ്റേഴ്സിനെ നിർത്തുന്നത്, നമ്മുടെ സ്കൂളിലല്ല പരീക്ഷ നടത്തപ്പെടുന്നത് പോലും. അങ്ങനെയുള്ളിടത്ത് ഇന്ന് വരെ സ്കൂളിൽ തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള ഏതാണ്ട് 20ഓളം CBSE ബോർഡ് എക്സാമിൽ ഓരോ വർഷവും കണക്കാക്കിയാൽ 20-25 CBSE ബോർഡ് എക്സാമിനേഷനിൽ സ്കൂളിന് 100% റിസൾട്ട് ആണ്. ആര്യ അഭികാന്തൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞിന് ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ ഇന്ത്യയിൽ തന്നെ 3ാമത്തെ റാങ്ക് നേടുവാനായിട്ട് കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ വർഷവും റാങ്കിന്റെ പട്ടികയിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. ഇത്രയും ഇങ്ങനെയുള്ള ഒരു സ്കൂളിൽ 100% വിജയവും അത് അതേപോലെ തന്നെ റാങ്കുകൾ നേടാനായിട്ട് ഈ തലേന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പഠിപ്പിച്ച് പിറ്റേന്ന് പരീക്ഷ നോക്കി ഇടിപ്പിച്ച് മണ്ടന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സ്കൂളിന് സാധിക്കും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? യാഥാർത്ഥ്യവുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത രീതിയിലല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതായത് ഈ തലേന്ന് പരീക്ഷയിട്ട് പിറ്റേന്ന് ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ, അതേപോലെ തന്നെ ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ പറഞ്ഞിട്ട് മൂത്ത കുഞ്ഞ് 4-5 വർഷമായിട്ട് ഇവിടെ പഠിക്കും. പോയതിനു ശേഷമാണ് തോന്നുന്നത് ഓർമ്മ ശരിയാണ് ഇവിടെ ചേർത്തത്. ഇത്രയും വർഷം ഇവിടെ പഠിപ്പിച്ചിട്ട് ഇപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത് മനസ്സിലായത്. ഈ കഴിഞ്ഞ 3-4 വർഷം ഇവിടെ മോനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഇപ്പം 2ാം ക്ലാസ്സിലായി, മോളാണെന്നുണ്ടെങ്കിൽ ഇപ്പം 4ാം ക്ലാസ്സിലുമായി. അതിന് ഇത്രയും വർഷം ഇവിടെ പഠിപ്പിച്ചതിന് ശേഷമാണോ ഈ സ്കൂൾ കുളത്തിലെന്നും ഈ സ്കൂൾ മോശമാണെന്നും മനസ്സിലായത് എന്നുള്ളതിന്റെ ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ചോദിക്കുകയാണ്. ഇതുവരെ സ്കൂളിന്റെ അധ്യയനത്തെ കുറിച്ചോ അല്ലെങ്കിൽ സ്കൂളിലെ പഠിപ്പിനെ കുറിച്ചോ ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായവും ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. അടുത്തതായിട്ട് നമ്മളെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. സെന്റ് തോമസ് സ്കൂൾ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് വീട് വെച്ച് കൊടുത്തു എന്നുള്ളൊരു ആരോപണമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേരൻസിനായാലും എന്റെ ടീച്ചേഴ്സിനായാലും സമൂഹത്തിനായാലും എല്ലാവർക്കും അറിയാം, ഒരു പൈസ പോലും അടുത്ത കാലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടല്ല സ്കൂൾ വെച്ച് കൊടുക്കുന്നത്, വീട് വെച്ച് കൊടുക്കുന്നത്. അത് സ്കൂളിന്റെ തന്നെ, അതായത് എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് മുടക്കിയാണ് വീടുകൾ വെച്ച് കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചതിന് ശേഷം അതിന്റെ ക്രെഡിറ്റ് മാനേജ്മെന്റ് എടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, സെന്റ് തോമസ് സ്കൂളിന്റെ വിജയത്തിന്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞു. 100 കുഞ്ഞുങ്ങളെ കൊണ്ട് തുടങ്ങിയ സ്കൂൾ ഇന്ന് 2000ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് തന്നെയല്ല, ഈ വർഷം തന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തതുപോലുള്ള അഡ്മിഷനാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുതിയ ഡിവിഷനുകൾ തുടങ്ങിയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ എടുക്കാൻ ഒക്കൂ എന്നുള്ള തരത്തിലാണ് പുതിയ അഡ്മിഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ സെന്റ് തോമസ് സ്കൂളിനെ മനസ്സിലാക്കുകയും സെന്റ് തോമസ് സ്കൂളിനെ അംഗീകരിക്കുകയും സെന്റ് തോമസ് സ്കൂൾ നല്ലതാണെന്നും മറ്റു നല്ലവരായ പേരൻസിന്റെ വാക്കുകൾ കേട്ടാണ് സെന്റ് തോമസ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നത്. അത് ഒരു യൂട്യൂബറിനോ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊണ്ടോ തകർത്ത് കളയാൻ പറ്റുന്നതല്ല. 26 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് സത്യസന്ധത പ്രകടിപ്പിക്കാൻ ഒക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദൃഢനിശ്ചയമുണ്ട്. ഇതുപോലെ തന്നെ സെന്റ് തോമസ് സ്കൂൾ ഇതിലും മെച്ചമായിട്ട് കൂടുതൽ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാനും കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കും. ഈ പ്രാവശ്യം തന്നെ നമ്മൾ വീട് വെച്ച് കൊടുത്തത് മണി എന്ന് പറയുന്ന ഒരു ചേച്ചിക്കാണ്. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല, സ്കൂളിന്റെ ടീച്ചേഴ്സിന്റെ ആരുമല്ല, കുട്ടികളുടെ ആരുമല്ല, അതേപോലെ പ്രായമാരുടെ ആരുമല്ല, സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇളമ്പൽ നരിക്കൽ ഭാഗത്ത് താമസിക്കുന്ന മണി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. ഈ മണി എന്ന് പറയുന്ന ചേച്ചിയുടെ 2 മക്കളും ബെഡ്രിഡനാണ്, അതായത് കട്ടിലിൽ നിന്ന് എണ്ണിക്കാതെ കിടക്കുന്ന 2 മക്കളാണ്. അതിൽ മൂത്ത കുട്ടി ഡയബറ്റീസ് കാരണം കണ്ണ് നഷ്ടപ്പെട്ട് ഈ അടുത്തിടയ്ക്ക് തന്നെ അത് മരണപ്പെട്ടു പോയി ഈ 2 ദിവസത്തിന് മുമ്പ്. അതേപോലെ തന്നെ ഇളയ കുട്ടി ഫിസിക്കലി ഹാൻഡിക്കാപ്പാണ്, ജന്മന കട്ടിൽ തന്നെ കിടക്കുന്ന കുഞ്ഞാണ്, കാലും കൈയും ഒന്നും എടുത്തു നടക്കുന്ന ഒരു കുഞ്ഞാണ്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് 26-24 വയസ്സൊക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്കാണ്. അതേപോലെ മണി എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് ക്യാൻസർ ബാധിതനായി മരിച്ചു പോയതാണ്. അത്രയും അവസ്ഥയുള്ള ഒരു കുടുംബത്തിനെ സെന്റ് തോമസ് സ്കൂൾ, അതായത് നമുക്ക് എല്ലാ സമൂഹത്തിലും നമ്മൾ പഠിക്കുന്നതാണ്, ദശാംശം അതായത് 10-1 മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. അത് ഇസ്ലാം മതത്തിലായാലും ശരി, ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും അതേപോലെ പഠിപ്പിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ സാഹചര്യമുള്ള വ്യക്തികൾക്ക് എന്നുകൂടെ നിങ്ങൾ അറിയിക്കുക. സാലിഹ എടുത്ത ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ഇയാൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. അതായത് വേറൊന്നുമില്ല, ഈ സ്കൂൾ ഇത്രയ്ക്ക് മോശമായിരുന്നെങ്കിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് തൻ്റെ കുട്ടികളെ എന്തിനാണ് ആ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് ഇതിനു മുന്നേ TC വാങ്ങി പോകണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല അവിടെ, അല്ലേ? അപ്പോൾ എന്തോ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്കൂൾ മോശമാണ്, ആ സ്കൂളിലുള്ള എല്ലാവരും മോശമാണ്, എല്ലാം ഓക്കെയാണ്, സാലിഹ പറയുന്നത് 100% ശരി. എങ്കിൽ സ്വന്തം കുട്ടികളെ ഇത്രയും കാലം എന്തിനവിടെ പഠിപ്പിച്ചു? ഇത്രയും മോശമായൊരു സ്കൂളിൽ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതേ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് സാലിഹ അറിഞ്ഞെങ്കിൽ എന്തിനാണ് ആ കുട്ടികളെ അവിടെ പഠിപ്പിച്ചത്? സ്വന്തം കുട്ടികളെ. ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത്? എനിക്ക് അത്ര അങ്ങോട്ട് എടുത്ത് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൈയടിച്ച് പോയച്ചാൽ ഭയങ്കര പ്രതികരണം, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ, ബെസ്റ്റ് യൂട്യൂബർ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോരിയിട്ട് അടിക്കുകയാണ്. പക്ഷെ എനിക്കെന്തോ എവിടെ വെച്ച് നാട്ടം അടിച്ച് നമുക്കൊരു ഇൻഡ്യൂഷൻ കാണത്തില്ലേ? കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഈ ഒരു സാധനം എനിക്ക് അടിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാരന്റ് എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണേ. എനിക്കറിയത്തില്ലല്ലോ അവിടെ ആരൊക്കെ പഠിക്കണമെന്ന്. കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നേരെ സാലിഹ പറയുന്നതിന് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ വിട്ട് പോയ ഒരു കേസാണ്. എന്തെങ്കിലും ആവട്ടെ, ഇതെന്തെങ്കിലും ആവട്ടെ, അവരെല്ലാവരും അടിക്കിട്ട്, പരസ്പരം അടിക്കിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഇടയിൽ ചാടി വന്നത്. ഓക്കെ, ബാക്കി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഈ പാഷാട്ടിയെ കുറിച്ച് തന്നെയാണ്.
ഈ ഏതെങ്കിലും ഒരു പേരൻസിന് പാർഷ്യാലിറ്റി ആയിട്ട് ഒരാളോട് പെരുമാറുന്നതും ഒരു അമ്മോട് തന്നെ പറയുന്നത് ചില പേരൻസിനെ സ്റ്റാഫ് റൂമിൽ കയറ്റി ഇരുത്തുന്നതാണ്. ഇത് നമ്മൾ ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ? ടീച്ചർമാർ മാത്രം ഇരിക്കുന്ന സ്റ്റാഫ് റൂമിൽ പേരൻസിനെ ഇരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പേരൻസിനെ ഇരുത്തുന്നതായിട്ട് നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതേപോലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന റൂമിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് പേരൻസിനെയും കൂടെ ഇരുത്തി നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് പാർഷ്യാലിറ്റി ഏതെങ്കിലും സ്കൂളിൽ കാണിക്കാനായിട്ട് പോകും. ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞോളട്ടെ. എന്റെ മക്കൾ രണ്ടുപേരും ഇവിടെ പഠിച്ചതാണ്. എന്റെ മുറിയിൽ പോലും അവർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കയറുവാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു എന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ എന്റെ ടീച്ചേഴ്സിന്റെ മക്കളെ ടീച്ചേഴ്സ് സ്വയം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഞാൻ അന്നേരം മോൺ ചെയ്യും. കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാണെന്നും ഈ സ്കൂളിലെ സ്റ്റുഡന്റ് ആണെന്നും മക്കൾ അതുപോലുള്ള ബന്ധങ്ങളൊക്കെ വീട്ടിൽ മതിയെന്നും എപ്പോഴും ഞാൻ എന്റെ ടീച്ചേഴ്സിനെ വാൺ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി നമ്മുടെ സ്കൂളിൽ ഒരു കുഞ്ഞിനെതിരെയും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നോട് പറയുകയാണ്. ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഞാനിപ്പോ തന്നെ ഇത് സംസാരിക്കുന്നത് ഭയങ്കരമായി മാനസികമായിട്ട് എന്നെ വിഷമിപ്പിക്കുന്ന ഈ എന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓർക്കണം, 26 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിനെതിരെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടി എനിക്കെതിരെയും ഒരു അഭിപ്രായം. എന്റെ ജീവിതം തന്നെ ഈ പറഞ്ഞ കൂട്ട് ഇതിനൊന്നും ഭാഗവാക്കാകാത്ത രീതിയിലാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ അത് പ്രതികരിക്കുന്നു. പ്രതികരണം എന്റെ ഭാഗത്ത് വരുന്നത് തന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ ആർക്കെതിരെയും പ്രവർത്തിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഈ വീഡിയോയിൽ ഉടനീളം കാണുമ്പോഴത്തേക്ക് പറയുകയുണ്ടായി ഞാൻ ആരെയോ ഭയപ്പെടുത്തി, ഞാൻ ആരെയോ കൊല്ലാൻ നടക്കുന്നു, ഞാൻ അങ്ങനെ ആരോടെങ്കിലും എതിർത്ത് സംസാരിച്ച ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം എല്ലാവരോടെയും സ്നേഹവും സൗമ്യമായിട്ട് സംസാരിക്കുകയും ആർക്ക് വന്നു കഴിഞ്ഞാലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും മാനേജറിനെ അതായത് എന്നെ കയറി കാണാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു വ്യക്തിക്ക് പോലും ആർക്ക് വന്ന ഒരു അനുവാദം പോലും ചോദിക്കാതെ എന്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെയുള്ളിടത്ത് ചിലരെ മാത്രം സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചിലരെ പുറത്ത് നിർത്തുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേരൻസ് ആരും വിശ്വസിക്കത്തില്ല. ഈ 26 വർഷമായിട്ടുള്ള പഠിച്ചിട്ട് പോയ കുഞ്ഞുങ്ങളുടെ പേരൻസ് വിശ്വസിക്കത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ആനുവൽ ഡേ പറ്റിയാണ്. സെന്റ് തോമസ് സ്കൂളിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് സെന്റ് തോമസ് സ്കൂളിന്റെ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ ഈ സ്കൂളിന്റെ തന്നെ പുനലൂരിന്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്. ഈ ഇന്ന് വരെ പുനലൂരിൽ 5000-6000 പേര് കൂടുന്ന ഒരു ഇത് നമുക്ക് പറയാം ഈ സെന്റ് തോമസ് സ്കൂളിന്റെ ആനുവൽ ഡേ മാത്രമേ ഉള്ളൂ. ആനുവൽ ഡേകളുണ്ട്. അങ്ങനെ ഇത്രയും പേര് വന്ന് കാണുകയും ഇതിനോടൊപ്പം കൂടുകയും ചെയ്യുന്ന ഒരു ആനുവൽ ഡേ പറ്റിയാണ് ആ മോള് പറയുന്നത്. ഈ പറഞ്ഞതിന്റെ കൂട്ട് ഒരു ഡ്രസ്സിൽ ഈ പറഞ്ഞ ഈ സ്കൂളിന് ഒരു കുഞ്ഞിന്റെ ഡ്രസ്സിൽ നിന്ന് 100 രൂപ 200 രൂപ ഈ പറഞ്ഞതിന്റെ കൂട്ട് മാറ്റിയിട്ട് വേണോ ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്? ഇതൊക്കെ എന്ത് അബദ്ധ ധാരണയാണ് പറയുന്നത്. ഇപ്പം ഈ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾക്കും ഇത് കാണുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ 2000 കുഞ്ഞുങ്ങൾ 1000 വോട്ട് പരീക്ഷ എഴുതാത്ത എല്ലാ കുഞ്ഞുങ്ങളും അതായത് 1600 ശിഷ്ടം കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇത് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കൂടി ഏകദേശം നമുക്ക് 400 വിദ്യാർത്ഥികളുണ്ട്. ആ 400 വിദ്യാർത്ഥികളെ കഴിച്ച് 1600 കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് കയ്യിൽ വാങ്ങിച്ചതാണ്. അത്ര എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഈ ഡ്രസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് തയ്ക്കുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ കൂട്ട് അതിനൊക്കെ കീഴ് നിർത്തിയാൽ അതിന്റെ അതിന്റെ മേക്കപ്പ് ചാർജ് ഒക്കെ അല്ലാതെ നമ്മളിപ്പോ തന്നെ ഇപ്പൊ 400 രൂപയുടെ 1000 ഇതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഇങ്ങനെ പൈസ ഇവിടെ മാറ്റില്ല. അതിന്റെ എല്ലാ എവിഡൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് തരാവുന്നതാണ്. അങ്ങനെ ഈ നമ്മുടെ ഡ്രസ്സ് മോശമായിരുന്നു, ആനുവൽ ഡേക്ക് ഏതാണ്ട് പൈസ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ട്രാൻസ്പെയറന്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ആനുവൽ ഡേക്ക് ആയാലും കൃത്യമായിട്ട് പേരൻസിന്റെ ഇൻവോൾവ്മെന്റോടെ പേരൻസിന്റെ ഡാൻസ്, കുഞ്ഞുങ്ങളുടെ ഡാൻസ്, പേരൻസും കമ്മിറ്റിയിൽ അംഗമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ 400 രൂപയുടെ ഒരു ഫ്രോക്കിന് എത്രയോ വാങ്ങിച്ചത് ഇതൊന്നും ഞാൻ മറുപടി പറയുന്ന കാര്യമില്ല. അത്രയും താന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ നിർത്തിയാണ്. അതിന്റെ കൂടുതലായിട്ടുള്ള ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സ്കൂളുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം യാഥാർത്ഥ്യം, ആനുവൽ ഡേയുമായിട്ടുള്ള യാഥാർത്ഥ്യം. എത്ര ഈ യൂട്യൂബുകളിൽ ഏതാണ്ട് 3 ലക്ഷം 4 ലക്ഷം ആളുകൾ നമ്മുടെ ലോകത്തൊട്ടാകെ 4 ലക്ഷം 5 ലക്ഷം അല്ലെന്ന് തോന്നുന്നു അതിലുപരി ആളുകൾ ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ആനുവൽ ഡേ കണ്ടു കഴിഞ്ഞു. ഏതാണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ആനുവൽ ഡേകളിൽ ഒന്നാണ് സെന്റ് തോമസ് സ്കൂളിലെ ആനുവൽ ഡേ. അത്ര കണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരുക്കി തയ്യാറാക്കി ഒരു പൈസ പോലും വാങ്ങിക്കാറ്. സെന്റ് തോമസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പോക്കറ്റുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സംഭവത്തിന് 1 രൂപ പോലും നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. സ്കൂൾ ഫീസ് അല്ലാതെ ഒരു തരത്തിലുള്ള ഇതിന് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ നമ്മളെ അവഗണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ തിരിച്ചു വരുത്തും എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുക. അടുത്തതായി മാഗസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ മാഗസിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്കൂളിന്റെ മാഗസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ 100-150 പേജ് ആയിരിക്കും ആ മാഗസിൻ വരുന്നത്. 2000 കുഞ്ഞുങ്ങളുള്ള സ്കൂളിൽ ഈ 2000 കുഞ്ഞുങ്ങളുടെയും പഠനങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയില്ല. അത് കഴമ്പും കാമ്പുമുള്ള ഏറ്റവും നല്ല ഈ പറഞ്ഞതിന്റെ കൂട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ പഠനങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ അതിനകത്ത് ഒരു പാർഷ്യാലിറ്റി നമുക്ക് നമ്മുടെ മാഗസിൻ എടുത്തൊക്കെ അറിയാം. നമ്മുടെ ടീച്ചേഴ്സിന്റെ മക്കളുടെ ഒന്നും ലേഖനങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല കൂടുതലായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോകൾ, കുഞ്ഞുങ്ങൾ ചെയ്ത പ്രവർത്തികൾ, കുഞ്ഞുങ്ങളുടെ ലേഖനങ്ങൾ അങ്ങനെയുള്ളതാണ് നമ്മുടെ മാഗസീനിൽ വന്നിരിക്കുന്നത്. അതിനകത്തൊന്നും യാതൊരു വിധമായ പാർഷ്യാലിറ്റിയും നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ എത്ര സ്കൂളിന് നമ്മുടെ പുനലൂർ തന്നെ ഓരോ വർഷവും മാഗസീൻ ഇറങ്ങുന്നു നോക്കിയേ. ഇത് കഴിഞ്ഞ 26 വർഷമായിട്ട് സ്കൂൾ മാഗസീൻ നമുക്ക് ഇറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലാസ് മാഗസീൻ ഇറങ്ങുന്നുണ്ട്. ഏതാണ്ട് ഓരോ വർഷവും ഇറങ്ങിയ ക്ലാസ് മാഗസീൻസ് തന്നെ 500-ൽ പരമുണ്ട്. നമ്മുടെ ക്ലാസിന്റെ മാഗസീൻ ഇറങ്ങിയ ശേഷമാണ് സ്കൂളിന്റെ മാഗസീനിൽ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ കൊടുത്താണ് ക്ലാസ് മാഗസീൻ പോകുന്നത്. പക്ഷേ സ്കൂൾ മാഗസീൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് സെലക്ടഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്താണ് സ്കൂൾ മാഗസീൻ നമ്മൾ ഇറക്കുന്നത്. അതിന്റെ അകത്ത് ഒരു കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിച്ചല്ല ഇതൊക്കെ മാഗസീൻ ആക്കുന്നത്. അതിന് അത്ര ഇതായിട്ടാണ് നമ്മൾ മാഗസീൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള അപാകതകളും ഉണ്ടാകാതെ നോക്കിയാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിന്റെ പൈസയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്.
ലോകത്ത് ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലാത്ത തുകകളൊക്കെയാണ് പുള്ളിക്കാരി ഇതിന്റെ അടുത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ മണിയായിട്ട് ഇടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രിന്റഡ് വില അല്ലാതെ ഒരു രൂപ പോലും ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് അധികമായിട്ട് വാങ്ങിക്കാറില്ല. പിന്നെ അതിന്റെ പോലെ എക്സാമിനേഷന്റെ ഫീസോ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള നമുക്കറിയാം, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പാക്ക് ചെയ്ത ഒരു പാക്കിലാണ് കൊടുക്കുന്നത്. ആ പാക്കിന്റെ അകത്ത് തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള വിലയുണ്ട്. ആ പ്രിന്റഡ് ആയിട്ടുള്ള വില എത്രയാണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ പ്രിന്റഡ് ആയിട്ടുള്ള വില എത്രയാണെന്ന് എഴുതിയിരിക്കുന്ന വില മാത്രമാണ് നമ്മൾ അതിനകത്ത് വാങ്ങിച്ച അതിന്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സാം ഫീയോ ഏതെങ്കിലും 1 2 ഐറ്റം മാത്രം വാങ്ങിച്ചാണ് നമ്മൾ പോകുന്നത്. ഈ പറയുന്ന ഇത്രയും ഭീമമായ തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈടാക്കിയിട്ടില്ല, ഇനിയൊട്ട് ഈടാക്കുകയില്ല. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും മനുഷ്യന്റെ ഇടയ്ക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ മനഃപൂർവ്വം ദ്രോഹിക്കാനും വേണ്ടി ഇടുന്ന വീഡിയോകളാണ് എന്നുള്ളത് ആർക്ക് കണ്ടാലും മനസ്സിലാകും. അല്ലെങ്കിൽ ഇവരുടെ പിന്നിലൊക്കെ ആരെങ്കിലും കാണും ഈ പറഞ്ഞ ഒരു സ്ഥാപനത്തിന് ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ ഇത് എന്റെ മനസ്സിൽ എനിക്ക് ആരും ശത്രുക്കളില്ല എന്നാണ് എന്റെ തോന്നുന്നത്. പക്ഷേ ആരെങ്കിലും ഒക്കെ നമ്മൾ സ്കൂൾ നന്നായി വരുന്നതിൽ ഉള്ള അസൂയമുണ്ടോ എങ്ങാനും ദ്രോഹിക്കുവാൻ വേണ്ടി ഉള്ളവർ ഇവരെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് വിടുന്നതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഈ രീതിയിൽ നമ്മളെ കുറിച്ച് പറയേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, കേട്ടല്ലോ. ഇത് ഞാൻ പറയുന്നതല്ല, അവിടുത്തെ മാനേജ്മെന്റ് പറയുന്നതാണ്. ഈ മാഗസിന്റെ കേസ് ഇദ്ദേഹം പറഞ്ഞ കറക്റ്റ് അല്ലേ? എല്ലാവരും എടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും? ഇല്ല, പറ്റത്തില്ല. അതുപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ കേസ് ആരെങ്കിലും ഉറപ്പായിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ മാതാപിതാക്കൾ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിന്റെ റേറ്റൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യും. അതുപോലെ ഞാൻ അത് വിട്ടുപോയി, എന്നെ കോൺടാക്ട് ചെയ്ത ആ സ്ത്രീ എടുത്ത് ഞാൻ ഇതിനെ ഉറപ്പായിട്ട് ചോദിക്കും ടെക്സ്റ്റ് ബുക്കിന്റെ റേറ്റ് കാര്യങ്ങൾ. അതുപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് റേറ്റ് എഴുതിയിട്ടുള്ള എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറയും. എന്നാലും പ്രിന്റഡ് റേറ്റ് അതിലുണ്ടെങ്കിൽ പിന്നെ അതിൽ കവിഞ്ഞവർക്ക് വാങ്ങാൻ പറ്റത്തില്ല. നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ചാർജ് വാങ്ങുന്നുണ്ടോന്ന് അറിയില്ല, വാങ്ങുമായിരിക്കും മേ ബി. എടേ CBSE സ്കൂളാകുമ്പോൾ ചിലവുണ്ടേ, അത് അറിഞ്ഞിട്ട് എന്നല്ലോടെ കൊണ്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ആനുവൽ ഡേ, ഏത് സ്കൂളിലാണ് ആനുവൽ ഡേക്ക് പൈസ വാങ്ങാത്ത? ഞാൻ പണ്ട് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ആനുവൽ ഡേക്ക് പൈസ വാങ്ങുമായിരുന്നു. അന്ന് എത്ര രൂപ വാങ്ങുമെന്ന് എനിക്ക് ഓർമ്മയില്ല, വാങ്ങുമായിരുന്നു. എല്ലാ സ്കൂളുകളിലും വാങ്ങും. അതിനിപ്പോ ഇവര് വാങ്ങിയോ വാങ്ങിയില്ല അതല്ല, ഓട്ടവർ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ ആനുവൽ ഡേക്കൊക്കെ എല്ലാവരും പൈസ വാങ്ങാറുണ്ട്. പിന്നെ അവര് മറ്റേ പോക്കറ്റിനൊക്കെ പൈസ എടുത്ത് വീശിക്കൊണ്ടിരിക്കുക. ഇവരെ എവിടെ നിന്ന് എടുത്തത്? എല്ലാം പിള്ളേരെന്നൊക്കെ വാങ്ങിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ CBSE സ്കൂളാകുമ്പോൾ കുറച്ചധികം പൈസ വാങ്ങും. ഇത് അറിഞ്ഞു വച്ചും കൊണ്ട് അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് പിന്നെ കണകുണാന്ന് പറയുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമില്ല. അത്ര ഇതാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അവിടെ ഇത്രയും വർഷം എന്തിനാ അവിടെ പഠിപ്പിച്ചു ഇത്രയും മോശമായ സ്കൂളിൽ? അതാണ് എന്റെ ഒരു ക്വസ്റ്റ്യൻ. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതിന്റെ കൂട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ്. അതിനകത്ത് ശാലികയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. നമുക്ക് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതിന്റെ കാര്യമില്ല. പക്ഷേ എന്റെ മോൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു കാര്യം മാത്രം പറയും, നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വലിയ പ്ലാറ്റ്ഫോം, അതായത് ഇങ്ങനെ മൾട്ടിമീഡിയയിലൂടെ ഉള്ള അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ നമ്മൾ തുറന്ന് പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമില്ല എന്നുള്ള അഭിപ്രായം മാത്രം ഞാനത് പറഞ്ഞുകൊള്ളുകയാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് പറയുന്നത് ഏതോ പെൺകുട്ടിയും ആൺകുട്ടിയുമായിട്ട് പുറത്തുനിന്ന് പിടിച്ചു എടുത്തുന്ന പേരൻസിനെ അറിയിച്ചില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിപ്പം ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ തമ്മിലുള്ള എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ എടുക്കണമെങ്കിൽ ഞങ്ങൾ പേരൻസിനെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെയും അറിയിക്കേണ്ടത്? നമ്മൾ പേരൻസിനെ ഇൻഫോം ചെയ്യാന്നുള്ളതല്ലാതെ നമ്മൾ ഇത് മൂടി കേടുന്ന കാര്യം എന്താണ് സ്കൂളിനുള്ളത്? നമുക്ക് എന്ത് കണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ചെയ്യുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കുഞ്ഞിന്റെ കാര്യങ്ങളായാലും ശരി എല്ലാ കാര്യങ്ങളും പേരൻസിനെ അറിയിക്കുക, അവരെ ഇൻഫോം ചെയ്യുക, ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പേരൻസിനെ അറിയിക്കാന്നുള്ളതല്ലാതെ ഇൻ പേഴ്സൺ നമുക്ക് സ്കൂളിൽ പോലും പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സേഫ് ഗാർഡ് ചെയ്ത് സ്വന്തം അപ്പനെ പോലെയും അമ്മയെ പോലെയും അത്രയും സ്നേഹമായിട്ട് പോകുന്ന ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് കൗൺസിലിംഗ് വലിയൊരു പാർട്ടുണ്ട് എന്ന് ഞാൻ പറയാം. നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും വിളിച്ച് കൗൺസിൽ ചെയ്ത് അവരുടെ വിഷമങ്ങളും അതേപോലെ ബ്രോക്കൺ ഫാമിലീസിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിച്ച് സ്വാന്തനിപ്പിച്ച് അവരെ നമ്മുടെ മക്കളായിട്ട് കണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ അവരോടൊപ്പം നിന്ന് അവരുടെ വിഷമത്തിൽ ഞങ്ങൾ അതിന്റെ പാർട്ടായി നിന്ന് പ്രവർത്തിക്കാറാണ് പതിവ്. ഒരിക്കലും ഒരു കുഞ്ഞ് വേറെ സ്കൂളിൽ നിന്ന് പോയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്ത് അവരെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം ശ്രമിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് പറയുകയാണ്. അല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഈ നമ്മുടെ സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ അറിയാം ഇന്ന് തന്നെ ഏറ്റവും പെൺകുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഇവിടെ സേഫ് ആയിരിക്കും എന്നുള്ള ധാരണയാണ് ഈ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത്. ആൺകുട്ടികളായാലും ശരി മറ്റ് മോശത്തരങ്ങളിലേക്ക് പോകാതെ അവർ സേഫ് ആയിട്ട് പഠിക്കണം എന്നുള്ള പേരൻസ് ആണ് സെന്റ് തോമസ് സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് ഞങ്ങളുടെ പോസിറ്റീവ് സൈഡാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട് ഉള്ളൊരു ബന്ധമൊക്കെ ഇങ്ങനെ ഒരു സംഭവമേ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. തെറ്റായിട്ടുള്ള പ്രചരണത്തിലൂടെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിലേക്കാണ് ഇവര് വിരൽ ചൂണ്ടുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോ ഈ പറഞ്ഞതിന്റെ കൂട്ട് ഈ മോളെയും ഹസ്ബൻഡും കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് അറിയാതെ കൈ തട്ടി എന്നുള്ളതിനാണ് ആ കുഞ്ഞുങ്ങളെ ഇറങ്ങി നിന്നവർ രണ്ടുപേരും കൂടെ അസഭ്യം പറയുകയുണ്ടായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഒരു കുഞ്ഞിന്റെ കൈ 10ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞിന്റെ കൈ തട്ടിയെന്നാണ് പറയുന്നത്. ഈ ഒരു കുഞ്ഞിന്റെ കൈ തട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഇറങ്ങി നിന്ന് അസഭ്യം പറയേണ്ടുന്ന വല്ല കാര്യമുണ്ടോ? പക്ഷേ അതിന്റെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് അത് അവർ നല്ല ബേസിക് ആയിട്ട് സംസാരിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ആ കുഞ്ഞുങ്ങളെ അസഭ്യം പറയുകയും ആ കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളുടെ പേരൻസ് സ്കൂളിൽ വന്ന് പരാതിപ്പെട്ട് ഈ യൂട്യൂബറിനെതിരെ ആക്ഷൻ നിങ്ങൾ സ്കൂളിൽ നെട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിൽ പോകും എന്ന് പറയുകയും ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ട് സ്കൂളിന്റെ പുറത്ത് ഉണ്ടായ സംഭവമാണ്. ഇതിൽ ഞങ്ങൾ ഇടപെടുകയില്ല എന്ന് സ്കൂൾ പറഞ്ഞപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോവുകയും പരാതി കൊടുക്കുകയും ഇനി മേലാൽ യൂട്യൂബേഴ്സിന്റെ കയ്യിൽ നിന്നും, അതായത് ഈ ഇവരുടെ ഈ മോളുടെ കയ്യിൽ നിന്നും ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും യാതൊരു രീതിയിലുള്ള ഹരാസ്മെന്റും അവർക്ക് ഉണ്ടാകില്ല, അതായത് കുഞ്ഞിന്റെ പേരൻസിനോ കുഞ്ഞിനോ ഉണ്ടാകില്ല എന്ന് എഴുതി വാങ്ങിച്ചാണ് അവിടുന്ന് വിട്ടതെന്ന് ആ പേരൻസ് പറയുകയുണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്കൂളിൽ യാതൊരു ഭാഗമാക്കില്ല, സ്കൂൾ അറിഞ്ഞതുമല്ല കണ്ടതല്ല. 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരൻസ് ഇവിടെ വണ്ടിയും കൊണ്ട് വരുന്നു, കാർ കൊണ്ടിട്ട് കുഞ്ഞുങ്ങളെ വിട്ടു പോകുന്നു. ഇന്ന് വരെ ഒരു കാറിലെങ്ങാനും പോലും ഏതെങ്കിലും ഒരു കുഞ്ഞൊന്ന് തൊടുകയോ വരയ്ക്കുകയോ ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങൾക്ക് പരാതിയും കിട്ടിയിട്ടുമില്ല.
അന്നേരം ഇതൊക്കെ നുണപ്രചാരണത്തിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് പരാതിയായിട്ട് അടുത്തായിട്ട് പറയുന്നത് ഇതാണ്, രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ബന്ധമുണ്ട്. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട്. എന്റെ അച്ഛൻ പുല്ലൂർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. എനിക്ക് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ഇപ്പം മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും പൊതുജനങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരാണ് ഞാൻ. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരും ഈ പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടതിന്റെ കാര്യമില്ലല്ലോ. എല്ലാവരുമായിട്ട് ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നത്. അവരാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതും. അവരിൽ നിന്ന് മാറി നിൽക്കാതെ അവരോട് ചേർന്ന് നിന്നല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. മനുഷ്യരെല്ലാം കൂടെ ചേരുന്നതാണ് പൊതുസമൂഹം. എല്ലാവരുമായിട്ടും ചേർന്ന് നിന്ന് ഈ ലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാറി നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല. അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ടും ചേർന്ന് നിന്ന്, എല്ലാ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളുമായിട്ടും ചേർന്ന് നിന്ന് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മോട് പറയുന്ന പരാതി ഇതാണ്. അതായത് ബർത്ത്ഡേക്ക്, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ഫോട്ടോ, സെന്റ് ഓഫ് സ്കൂളിൽ ഒരു പതിവുണ്ട്. എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഉള്ള കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരും. എന്റെ കൂടെ നിന്ന് അവർ സന്തോഷമായിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ ഗ്രൂപ്പിൽ ഇടുകയും പേരൻസിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ഈ കുഞ്ഞുങ്ങളെയും ഈ ബർത്ത്ഡേ ദിവസം തന്നെ വിളിച്ച് ആ കുഞ്ഞുങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫോട്ടോ എടുക്കുകയും ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ട് അതേ ഫോട്ടോ തന്നെ അതിനകത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഈ മോള് തന്നെ ഈ പോകുന്ന ദിവസം എന്റെ അടുത്ത് വന്ന് വിഷമം പറഞ്ഞ് എനിക്ക് ഉമ്മയിൽ തന്നിട്ടാ പോയത്. അത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പെരുമാറുന്നത്. അടുത്തതായിട്ട് വലിയൊരു പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിനെ പറ്റി പറയുമ്പോഴേ നമുക്കറിയാം, നമ്മുടെ ഒരു കുഞ്ഞ് ഷോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണ് പുറത്ത് അവരുടെ വീട്ടിനടുത്ത് തന്നെ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട് പോയപ്പോഴേക്കാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ആശയം സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. എന്തിനാണ്? ഇനി ഒരു കുഞ്ഞും വെള്ളത്തിൽ വീണ് മരിക്കാൻ പാടില്ല എന്നുള്ള ആശയത്തിലാണ് സ്വിമ്മിംഗ് പൂൾ നമ്മുടെ സ്കൂളിൽ തുടങ്ങിയത്. ആ സ്വിമ്മിംഗ് പൂൾ തുടങ്ങി 800ഓളം കുഞ്ഞുങ്ങൾ സ്വിമ്മിംഗ് പഠിച്ചു കഴിഞ്ഞു നമ്മുടെ സ്കൂളിൽ. അത് ഇനി കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹമാണ് ഇനി ഒരു കുഞ്ഞു പോലും, ഈ നമ്മുടെ സ്കൂളിൽ പഠിച്ചു പോയ ഒരു കുഞ്ഞു പോലും ഇനി സ്വിമ്മിംഗിൽ ഒരു ആറ്റിലോ തോട്ടിലോ ഒരു വെള്ളത്തിലോ കടലിലോ വീണ് മരിക്കാൻ പാടില്ല. അവർ സ്വിം ചെയ്യാനായിട്ട് പഠിക്കണം. അവരുടെ കൂട്ടുകാർ വെള്ളത്തിൽ വീണാൽ പോലും അവർ രക്ഷിക്കത്തക്കോണം ഉള്ള ഇത് അവർക്ക് തന്റെ അവർക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് സ്വിമ്മിംഗ് പഠിക്കുന്നത്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് ശുദ്ധമായി അല്ല സൂക്ഷിക്കുന്നതെന്ന് പറയുന്നത്. 24 മണിക്കൂറും ഓടുന്ന റിഫൈനറിയാണ് അതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ റിഫൈൻ ചെയ്ത് പമ്പ് ഹൗസ് ഓരോ സെക്കൻഡ് 24 മണിക്കൂർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും ആ വെള്ളം പോയി ശുദ്ധമായി വരികയാണ് ചെയ്യുന്നത്. ഇത്രയും ശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളും ഈ കേരളത്തിൽ കാണത്തില്ല. തന്നെയല്ല, സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ സ്വിമ്മിംഗ് ക്യാപ്പ് ഇട്ടാണ്, അതായത് ക്യാപ്പ് വലിച്ച് തലയിൽ കൂടി ഇട്ട് ഗോഗിൾസ് വെച്ചാണ്, കണ്ണാടി വെച്ചാണ് കുഞ്ഞുങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിൽ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ആ തലമുടിയിൽ പറ്റിയില്ല. ആ രീതിയിലാണ് ആ ക്യാപ്പിന്റെ പ്രയോജനം. അത് എങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം തലയിലായത്? അഥവാ തലയിലായാൽ തന്നെ ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലോറിനേറ്റഡ് വാട്ടർ, അതായത് നമ്മുടെ ടാപ്പ് വാട്ടർ, അതായത് ടാപ്പ് വാട്ടർ ഇസ് ദ ബെസ്റ്റ് ഡ്രിങ്കിംഗ് വാട്ടർ നമ്മൾ പറയുന്നതിന്റെ കൂട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എടുത്ത് കുടിക്കാൻ തക്കവണ്ണമുള്ള, നമ്മൾ ഗ്ലാസ്സിൽ വെച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്യൂർ ആയിട്ടുള്ള വെള്ളത്തിലാണ് കുഞ്ഞുങ്ങളെ സ്വിമ്മിംഗ് വേണ്ടി ഇറങ്ങുന്നത്. അതിന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആയാലും ശരി, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയാലും ശരി, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. അത് AMC കൊടുത്തിരിക്കുകയാണ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതിനകത്ത് നമുക്ക് ഒരു വർഷത്തേക്ക് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുത്തേക്കാം. അങ്ങനെ അതിന്റെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് ആ കമ്പനിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതാരാണ്ട് ചോദിച്ചെന്നോ അതാരാണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നോ ഒക്കെ പുള്ളിക്കാരി പറയുന്നതായിട്ട് കേട്ടു. ഞാൻ തന്നെയല്ല, ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായതായിട്ട് ഇന്നേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. എന്തോന്നടേ നടക്കുന്നത്? ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടല്ലോ കാര്യങ്ങള്. എനിക്കെന്തോ സാലിക പറഞ്ഞാൽ ആദ്യമേ ഒരു മിസ്മാച്ചിങ് ഫീൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് ഒരു യോജിപ്പില്ല അവർ പറഞ്ഞില്ല പൂർണ്ണമായിട്ട്. ഇനി അവർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ തെളിയിക്കണം. വേറെ പേരൻസ് ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. ഇവർ മാത്രം വന്നിന്ന് കണവണെന്ന് കുറെ പറയുന്നുണ്ട്. ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിന്റെ യൂട്യൂബർ ആണെന്നുള്ളൊരു ഇതിലാണോ ഇതൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് അറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം. കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര്. എനിക്ക് തോന്നുന്നു അവരാരും സപ്പോർട്ട് ചെയ്യാണ്ട് വിമർശിച്ചത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനായിരിക്കും മിക്കവാറും. നോക്കാം. എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കാൻ വേണ്ടിയാ പുതിയൊരു